തൃശൂരിൽ അനാശ്വാസ കേന്ദ്രത്തിൽ പണത്തെ ചൊല്ലിയുണ്ടായ ക്രൂരമർദ്ദനത്തെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെട്ടു. ഒഡീഷ സ്വദേശി 27 വയസ്സുള്ള ധൻപത് നായക്കാണ് കൊല്ലപ്പെട്ടത്. ലൈംഗിക അനാശാസ്യ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരും ഇടപാടിനെത്തിയവരും ഇതര സംസ്ഥാനക്കാരാണ്. ആസാം സ്വദേശികളായ മെഹന്തി നായക്, നോബി ഹുസൈൻ, റുബീന, മാസുമ മസ്വിൻ, അത്താര മാസുമി, ഖാദുൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിലെ പ്രതിയായ ബിജു നായിക്കിനെ പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇക്കഴിഞ്ഞ 18 രാത്രി 10 മണിക്ക് തൃശൂർ കോരപ്പത്ത് ലൈനിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട ധൻപത് നായിക്കും ഇതര സംസ്ഥാനക്കാരായ 2 സുഹൃത്തുക്കളും ചേർന്ന് ലൈംഗിക ആവശ്യത്തിനായി ഈ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. മൂവരും തൃശൂർ MG റോഡിലെ ഹോട്ടലിലെ ജീവനക്കാരാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് പണത്തെ ചൊല്ലി തർക്കം ഉടലെടുത്തു. ഇതോടെ ലൈംഗിക ഇടപാട് കേന്ദ്ര നടത്തിപ്പുകാരായ 8 അംഗ സംഘം മൂവരെയും ക്രൂരമായി മർദ്ദിച്ചു. ഇടിവള ഉൾപ്പെടെ ഉപയോഗിച്ച് മൂവരെയും മർദ്ദിച്ചു. മർദ്ദനത്തിന് ശേഷം പ്രതികൾ മൂവരെയും കാറിൽ കയറ്റി കോട്ടപ്പുറത്ത് താമസ സ്ഥലത്ത് ഇറക്കിവിട്ടു. നാണക്കേട് ഭയന്ന മൂവരും ആദ്യഘട്ടത്തിൽ ചികിത്സ തേടിയില്ല. പിറ്റേ ദിവസമാണ് മൂവരും ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ധൻപത് നായിക് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ തലയിലെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് മരണപ്പെട്ടത്.